ഒരു ചെറിയ മഞ്ഞ കളറുണ്ട്, അത് നമ്മൾ കാര്യം വെക്കണം. നമ്മൾ ഫൈനൽ റിസൾട്ട് നമ്മളിങ്ങനെ ഉരച്ച് ഭയങ്കര സെൻസിറ്റീവ് ആവും. നിങ്ങൾക്ക് എരിയുള്ള ആഹാരം പോലും കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ആയിട്ട് വരും സ്ക്രബിങ് എഫക്റ്റ് കൂടെ കൂടിയിട്ട് നമുക്ക് നല്ലൊരു റെഡ് കളർ വരും. എന്നിട്ട് നമ്മളൊരു ലിപ്സ്റ്റിക് ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. ആ ഷെയ്ഡ് തന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമുക്ക് നല്ലൊരു ഫിനിഷിങ് തരും. ഇല്ലാത്തവരാണെങ്കിൽ ഒന്നും വേണ്ട, ഒരു ലിപ് ബാമോ മോയ്സ്ചറൈസർ ലിപ്സ്റ്റിക് ഉണ്ട്, മായ്ച്ച് കളഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ലിപ്പിലുണ്ടാവുന്ന ഡാർക്ക് പിഗ്മെന്റേഷൻ്റെ ഞാൻ ഓൾറെഡി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മാസ്കോ സ്ക്രബോ ഒക്കെ ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഡാർക്ക് പിഗ്മെന്റേഷൻ ഉള്ളവർക്കാണെങ്കിലും നമ്മുടെ ചുണ്ട് വരണ്ട് പൊട്ടുക, ഭയങ്കര എന്തൊക്കെ ചെയ്താലും കളർ വ്യത്യാസമൊന്നും വരുന്നില്ല. അത് കാരണം നല്ലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് പോലും നമുക്ക് തിരഞ്ഞെടുക്കാൻ ഇട്ട് കഴിഞ്ഞാൽ പോലും ഒരു ഭംഗി ഉണ്ടാകത്തില്ല. റെഡ് കളർ പോലും ഇടുമ്പം വേറൊരു കളർ പോലും വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു നല്ല അടിപൊളി ഒരു ലിപ് സ്ക്രബ് പ്ലസ് മാസ്ക് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വളരെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെടിയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ലിപ്പ് സ്ക്രബ് ചെയ്യാൻ പോകണം. നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് എക്സ്ഫോളിയേറ്റ് ചെയ്ത് നമ്മൾ ആ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആക്കിയിട്ട് നമ്മൾ ഇത് നല്ല ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇനി ഒരു മാസ്ക് അപ്ലൈ ചെയ്യും. അതിന് നമ്മൾ സ്ക്രബ് ചെയ്യാൻ പോവാണ്. സ്ക്രബിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ലിപ്പിൽ മതിയല്ലോ, അപ്പോൾ വളരെ കുറച്ച് എമൗണ്ട് മതി. ഒരു സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. ഇത് നിറച്ച് സ്പൂണൊന്നുമില്ല, കുറച്ച് മതി. ഒരു സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ്. നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാരയ്ക്ക് 1/2 സ്പൂൺ ഒലിവ് ഓയിൽ മതി. നമ്മുടെ ലിപ്പ് നല്ലപോലെ ലൈറ്റൻ ചെയ്യാനൊക്കെ ഉണ്ട്, ഒരു നല്ല കളർ കിട്ടാനും നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട് ഒലിവ് ഓയിലും. ഒലിവ് ഓയിൽ ഹാർഡാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, ഭയങ്കര കട്ടിയായതുകൊണ്ട് എന്ന് കരുതി നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. നാച്ചുറൽ കോക്കനട്ട് ഓയിലിനേക്കായി ഏറ്റവും ബെസ്റ്റ് ഒലിവ് ഓയിലാണ് കേട്ടോ. രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയൊരു മഞ്ഞ കളർ, ലൈറ്റ് ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട്. ഈ നമ്മുടെ ഷുഗർ നല്ല രീതിയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആയതിനെക്കൊണ്ടും ഷുഗർ നല്ലതാണ്. പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് കുറേ നേരം ഇട്ട് അലിക്കരുത്, ഭയങ്കരമായിട്ട് അലിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേനാണ്. തേനും ഇതുപോലെ 1/2 സ്പൂൺ മതി കേട്ടോ. ഒരുപാട് നേരം മിക്സ് ചെയ്യരുത്, മിക്സ് ചെയ്തുമ്പോൾ അലിഞ്ഞു പോകും. അപ്പോൾ നമുക്കിനി ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. മായ്ച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. നല്ല രീതിയിൽ മായ്ച്ചു കൊടുത്ത് ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ക്രബ് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒലിവ് ഓയിൽ ഭയങ്കര ഇഷ്ടക്കേടാണ്, എന്നാലും കുഴപ്പമില്ല. നല്ല മോയ്സ്ചറൈസറാട്ടോ. നല്ല രീതിയിൽ നമ്മുടെ ഇത് ചുണ്ട് നല്ല ലൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനം. സ്ക്രബൊക്കെ ഇടക്കിടക്ക് ചെയ്യാറില്ലേ, വായിക്കാത്ത തീർപ്പൊന്നും. അപ്പം ഞാൻ സ്ക്രബ് ചെയ്തിട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒലിവ് ഓയിലിന് ഭയങ്കര ഒരു എണ്ണമയാണ്, എനിക്കത് ഭയങ്കര ഇതൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ തുണി വെച്ചിട്ട് നല്ല ഒപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു കളർ ചേഞ്ച് വരും. നല്ലപോലെ സ്ക്രബ് ചെയ്യണം കേട്ടോ. നമ്മുടെ ആ എണ്ണമയം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിപ്പോകും. പക്ഷെ ആ പഞ്ചസാരയുടെ തരി നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തെടുത്തോണം. മോയ്സ്ചറൈസ് ചെയ്യുന്ന തേനും എണ്ണയും ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് തൊലി പൊട്ടുവോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും പേടിക്കണം, നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തോളാം. ഇനി നമ്മൾ നല്ല രീതിയിൽ ചുണ്ട് നല്ലൊരു റെഡ് കളർ ആവാനെ കൊണ്ടുള്ള ഒരു മാസ്ക് ചെയ്യാൻ പോകണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മാസ്കാണ് കേട്ടോ. അതിന് നമുക്ക് വേണ്ടത് 2 പിഞ്ച്, നമ്മുടെ ചുണ്ടിൻ്റെ അളവ് മതി, വലിയ അളവൊന്നും വേണ്ട. 2 പിഞ്ച് നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ആ മഞ്ഞൾപ്പൊടിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. അത് പാലിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പേസ്റ്റ് ആവുന്ന രീതിയിൽ ചാലിക്കാനും വേണ്ടി മാത്രമുള്ള പാല് പച്ച പാല് തന്നെ എടുക്കണം കേട്ടോ. ഒരു പേസ്റ്റ് റെഡിയാക്കി വെച്ചിരിക്കും. ഞാൻ കൈകൊണ്ട് വെച്ച് തന്നെയാണ് കുഴക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അളവ് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഐസ്ക്രീമിൻ്റെ കുഞ്ഞ് സ്പൂൺ ഉണ്ടല്ലോ, കുരു സ്പൂൺ, ആ സ്പൂൺ ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾക്ക് ഇത് ഈ ഒരു പേസ്റ്റ് ആവണം. നമ്മൾ ചുണ്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലൊക്കെ മഞ്ഞൾപ്പൊടി, ചുണ്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇരിക്കണം. ആ ഒരു രീതിയിൽ പാല് ചേർത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഹണി ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പം സ്ക്രബിന് ഇട്ടുകൊണ്ട് വീണ്ടും ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള മാസ്കാണ് കേട്ടോ, ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള മാസ്കാണ്. അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണം. നമ്മുടെ ചുണ്ട് നല്ല രീതിയിൽ ലൈറ്റൻ ചെയ്യും. ഈ ഒരു മാസ്ക് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം കേട്ടോ. നമുക്കൊരു അരമണിക്കൂർ ഇങ്ങനെ വെക്കാമെങ്കിൽ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള, എത്ര ഭയങ്കര ഡാർക്കായിട്ടുള്ളവർക്കും നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. ഇനി ഹോർമോണൽ ചേഞ്ച് കൊണ്ടാണ് നിങ്ങൾക്ക് കഴുത്തിൻ്റെ അവിടെ നമുക്ക് ചുണ്ടിലും ഒക്കെ ബ്ലാക്ക് കളർ വരാറുണ്ട്. ഇനി അങ്ങനെ അല്ലാതെ നോർമലി ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാരണം വെച്ചാണ്, അതായത് നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഡാർക്ക് ലിപ്പൊക്കെ ആണ്, അത് ഒഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും ഈ ഒരു നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ഭയങ്കര എഫക്റ്റീവാണ്. പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലേ ചെയ്യാവൂ. എപ്പോഴും സ്ക്രബ് ചെയ്ത് എക്സ്ഫോളിയേറ്റ് ചെയ്ത് ചുണ്ടിൻ്റെ ആ ഒരു സെല്ലൊന്നും എടുത്ത് കളയേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഭയങ്കര സെൻസിറ്റീവ് ആവും, നിങ്ങൾക്ക് എരിയുള്ള ആഹാരം പോലും കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ആ ഒരു പരിപാടിക്ക് പോകരുത്, നിങ്ങൾ ഒറ്റ പ്രാവശ്യം ചെയ്യാവും. ഭയങ്കര ഡാർക്ക് കളറുള്ളവർക്ക് ഒരാഴ്ച ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു കളറ് മനസ്സിലാവുന്നത് കേട്ടോ. നമുക്ക് ഒരുപാട് എടുക്കുകയൊന്നും വേണ്ട, വളരെ കുറച്ചെടുത്താൽ മതി. ഞാനിപ്പം ഇതിനകത്തിന് ഒരു ചെറിയ സംഭവം ഇട്ടിട്ട് പാക്കാക്കി മാറ്റും. അപ്പം അത്രയൊന്നും എടുക്കണ്ട, വളരെ 2 പിഞ്ച് മാത്രം എടുത്താൽ മതി. ഒരുപാട് എടുത്തതിന് വേസ്റ്റ് ആയി കളയുന്നത്, നമുക്ക് ഇത്രയും അതിൻ്റെ ആവശ്യമുള്ളൂ. ഇത് നല്ല രീതിയിൽ ഇത്രയും കട്ടി കിട്ടാൽ മതി കേട്ടോ. അതിന് ഒരു അരമണിക്കൂർ ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇപ്പം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വാഷ് ചെയ്ത് കളയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 വിരൽ ഉപയോഗിച്ചിട്ടാണെങ്കിലും കൈ ഒന്ന് നനച്ചിട്ട് അല്ലെങ്കിൽ ചുണ്ടൊന്ന് നനച്ചിട്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് വേണം നമ്മളിത് വാഷ് ചെയ്ത് കളയാൻ. ചുമ്മാ ഇങ്ങനെ കളയണ്ട, നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് നമുക്കിത് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്ക് നല്ലൊരു ചേഞ്ച് ഉള്ളത്, ഞാൻ ഭയങ്കരമായിട്ട് മിക്ക ദിവസവും എന്നെ കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാനിത് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് പാക്ക് ഇടുമ്പോഴാണെങ്കിൽ പോലും ഞാനിത് ചുണ്ടിൽ സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സൂപ്പർ സാധനമാണ്. നിങ്ങൾ ഭയങ്കര എഫക്റ്റീവാണ്, ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും. നിങ്ങൾ സ്ക്രബ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹണിയും കൂടെ ചേർത്ത് ചെയ്ത് കൊടുക്കും. ചിലപ്പം നമുക്ക് ചെറിയ ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ചെറിയൊരു ഇളം മഞ്ഞ കളർ കൂടെ വരും. പക്ഷെ അത് കാര്യമാക്കണ്ട, അത് കുറച്ച് കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളൂ കേട്ടോ. ഫൈനൽ റിസൾട്ട് നമ്മളിങ്ങനെ ഉരച്ച് ഇങ്ങനെ ആക്കുമ്പം കുറച്ച് ഇതൊക്കെ ആവുന്നതാണ് അവിടെ. ഒരു ചെറിയ മഞ്ഞ കളറുണ്ട്, അത് നമ്മൾ കാര്യം വെക്കണം. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് തന്നെ കളയുക കേട്ടോ. ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷുഗർ സ്ക്രബ് ചെയ്യും. എനിക്ക് ആ ഒരു നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ആ ഒരു റെഡ് കളർ വരും നമ്മുടെ ചുണ്ടിന് തന്നെ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഷുഗർ സ്ക്രബ് ചെയ്യാം, അത് ഓയിൽ വേണ്ടെങ്കിൽ കോക്കനട്ട് സ്ക്രബ് വേണമെങ്കിലും ചെയ്യാം ഇതേ സാധനം വെച്ചിട്ട്. ഇപ്പോൾ ഞാൻ മഞ്ഞൾ ഉപയോഗിച്ചതിന് ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ മഞ്ഞളിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞളിൻ്റെ കൂടെ ചേർക്കാൻ പറ്റുന്ന സാധനം കടലമാവ് കേട്ടോ. കടലമാവും പാലും മഞ്ഞൾപ്പൊടിയും ബെസ്റ്റായിട്ടുള്ള സാധനമാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ തേൻ ചേർക്കേണ്ട, ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോവും. ഇത്രയും മാത്രം ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാം. അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും പാലും തേനും കൂടെ ചേർത്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് എന്തെങ്കിലും ഒരു സ്ക്രബ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാക്ക് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ചുണ്ടിൽ ഡാർക്കായിട്ടിരിക്കുകയാണെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലൈറ്റൻ കിട്ടും. അപ്പം നമ്മൾ ഇടുന്ന ലിപ്സ്റ്റിക്കിന് നല്ലൊരു ഫിനിഷിങ് ലുക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ ഇടുന്ന ആ ഒരു നല്ല രീതിയിൽ നമ്മുടെ ചുണ്ട് ഭയങ്കര ഡാർക്കായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളിടുന്ന ലിപ്സ്റ്റിക്ക് എത്ര ഇട്ടാലും അത്ര ഭംഗി കാണത്തില്ല. അപ്പോൾ ലിപ്സ്റ്റിക് ഇടുന്നവരുടെ കാര്യമാണ് പറയുക, ഇല്ലാത്തവരാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ. അല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, വളരെ കുട്ടി വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. ടേക്ക് കെയർ, ബൈ.